പ്രേസ് ദ ലോർഡ്. ഹല്ലേലൂയ. ആത്മാവിന്റെ ദൂത് എന്ന ഈ ശുശ്രൂഷയിലേക്ക് യേശുനാമത്തിൽ ഞാൻ നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ പ്രിയ സഹോദരരെ, പുണ്യവാരത്തിലെ വലിയ ബുധനായ ഇന്നേ ദിവസം തിരുവചന ഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 26-ാം അധ്യായം 14 മുതൽ 25 വരെയുള്ള തിരുവചനങ്ങളെ നാം മനനം ചെയ്യുമ്പോൾ അവിടെ യേശുനാഥനെ ഒറ്റിക്കൊടുക്കുന്ന യൂദാസിന്റെ ചിത്രമാണ് നാം ഓരോരുത്തരും കാണുന്നത്. യേശുനാഥൻ തൻ്റെ പ്രിയ ശിഷ്യരെ തൻ്റെ ജീവന തുല്യം സ്നേഹിച്ചിട്ടും അധികം ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും അതുപോലെ തന്നെ ഒറ്റിക്കൊടുക്കപ്പെടലുകളും അനുഭവിക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാ മക്കളെയും നമുക്ക് ഈ സമയം പ്രത്യേകമായി ഓർമ്മിക്കാം. അതുപോലെ തന്നെ ചെയ്ത തെറ്റിനെ കുറിച്ച് പശ്ചാത്തപിക്കുന്ന യുദാസുമാരായ മക്കളെയും യേശുവിന്റെ തിരുമുമ്പിൽ കൊണ്ടുവന്ന് നമുക്ക് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ ആരാധന, യേശുവേ നന്ദി. പ്രിയ സഹോദരരെ, ഈ പുണ്യവാരത്തിൽ നാം എല്ലാവരും യേശുനാഥന്റെ പീഡാസഹനവും കുരിശുമരണവും വിശിഷ്യ അവിടുത്തെ ഉയർപ്പും അനുസ്മരിക്കുന്ന ഈ പുണ്യദിനങ്ങളിൽ അവിടുന്ന് നിന്നും കൂടെ പൂർണ്ണമായി അനേകം പുണ്യങ്ങൾ സമ്പാദിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥന മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള, വിശേഷിച്ചും നമ്മെ വേദനിപ്പിച്ചിട്ടുള്ള മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ഈ ദിവസങ്ങളിൽ നമുക്ക് യേശുവിൻ്റെ പക്കൽ ഒരു ശരണസ്ഥാനമുണ്ടെന്നുള്ള ഉറപ്പ് വിശുദ്ധ വചനങ്ങൾ തന്നെ നമ്മോട് പറയുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 28-ാം വാക്യം, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ ഓരോരുത്തരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അതെ, നമുക്ക് സാന്ത്വനമേകുന്ന ഒരു ദൈവം, നമ്മുടെ കണ്ണുനീർ കാണുന്ന ഒരു ദൈവം, നമുക്ക് സമീപസ്ഥനായ ഒരു ദൈവം, അവനെയാണ് നാം കുരിശിൽ കാണുന്നത്. നമ്മുടെ പാപങ്ങളാൽ അവനെ മുറിവേൽപ്പിക്കപ്പെട്ടു, നമുക്ക് വേണ്ടി അവൻ ശരണപ്പെട്ടു. ഈ വിശുദ്ധ വാരത്തിൽ അവിടുത്തെ അനുസ്മരിക്കുമ്പോൾ നമുക്കും അവിടുന്ന് ഒന്ന് ചേർന്ന് അനേകം അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കാം. ആമേൻ.